ഹലോ ഗൈസ്, ഇന്ന് ഡേ 2 അറ്റ് ഖത്തർ. ഇന്ന് നമ്മൾ പോണത് ബീച്ചിലേക്കാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു പോയത്. അപ്പോൾ സൺസെറ്റും കാണാനായി. അവിടെ ബീച്ചും ഡെസേർട്ടും കൂടി ജോയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ഹില്ല് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ കയറി. കുറച്ച് കയറിയപ്പോഴത്തേക്ക് കാലൊക്കെ കുഴഞ്ഞിരുന്നു. ഇവിടുന്ന് ബീച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബീച്ച് ഫുള്ള് നമുക്ക് കാണാമായിരുന്നു. പിന്നെ സ്കൈ ഒരു റെയിൻബോ ഷെയ്ഡിലായിരുന്നു, ഒരു ലൈറ്റ് കളർ. പിന്നെ ഇതുപോലെ കുറേ വണ്ടികൾ താഴത്തുനിന്ന് ഹില്ലിൻ്റെ മേലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ചില വണ്ടികൾ നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും, ചില വണ്ടികൾക്ക് പറ്റൂല. അവർ വരുന്നതും കാണാൻ നല്ല രസമാണ്, അതുപോലെ അവർ റിവേഴ്സ് എടുത്ത് പോകുന്നതും കാണാൻ നല്ല രസമാണ്. ഈ സ്ഥലത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ചില വണ്ടികൾ ടയർ മണ്ണിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവിടെ ഡ്യൂഡ് ബോഗി പറഞ്ഞിട്ടുള്ള വണ്ടി ഉണ്ട്. അതിന് നല്ല സൗണ്ട് ആയിരുന്നു. അതിൽ ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ പൈസ കൊടുക്കണം. പാട്ടും ഇടും അവർ. അതിൽ നല്ല രസമുണ്ടായിരുന്നു അവർ പോണതൊക്കെ കാണാൻ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി, ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ഞണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ പിടിച്ച്, ഞണ്ടീനെ രണ്ടെണ്ണത്തിനെ പിടിച്ച്. ഒന്ന് കുറച്ച് വലുതും ഒന്ന് അതിൻ്റെ കുട്ടിയും. ഞാൻ ആദ്യമായിട്ട് ഇരുന്നിട്ട് ജീവനുള്ള ഞണ്ടിനെ ഇങ്ങനെ കാണുന്നത് ബീച്ചിൽ, കടലിൻ്റെ ഉള്ളിൽ. ഞാൻ അതിന് എൻ്റെ കയ്യിലെടുത്ത് ഫത്തു മണ്ണിൽ ഒഴിച്ചിട്ട് അതിന് വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിൽ കളിക്കാനുള്ള ടോയ്സൊക്കെ കൊണ്ടുവന്നു. അതായിട്ടിരുന്ന് കളിച്ച്. ഫത്തു വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു, അവൾക്ക് പേടിയായിരുന്നു. ഞാൻ ഇറങ്ങി. ഞാൻ പിന്നെ വെള്ളത്തിൽ നിന്ന് കരയൊക്കെ തന്നെ കയറി. അപ്പോൾ ഞാൻ വിറക്കായിരുന്നു തണുത്തിട്ട്. ഞാൻ അവിടെ ഒരു ഞണ്ടിനെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഞാൻ ഞണ്ടിനെ പിടിക്കാനുള്ള കോലൊക്കെ ആയിട്ട് പിന്നെയും വെള്ളത്തേക്ക് തന്നെ ഇറങ്ങി. വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു, തണുക്കണമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വണ്ടിക്ക് തന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.